പാലക്കാട് വടക്കഞ്ചേരിയിൽ ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 3 പേർ പിടിയിലായി. കൊഴിഞ്ഞാമ്പാറ സ്വദേശികളായ താജുദ്ദീൻ, മനോജ്, സബീർ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് നിന്ന് ഇപ്പോൾ സൂരജ് സജ്ജുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ പോലീസിന് ചില നിർണായക സൂചനകൾ ഉണ്ടായിരുന്നു. കൊഴിഞ്ഞാമ്പാറ ഭാഗത്താണ് ഈ പ്രതികൾ ഉള്ളത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചിരുന്നത്. അതായത് ഈ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഈ കൊഴിഞ്ഞാമ്പാറയിലായിരിക്കാം ഈ പ്രതികളുടെ കേന്ദ്രമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇന്നലെ വൈകുന്നേരമെല്ലാം തന്നെ ഈ മേഖലയിൽ വ്യാപക തെരച്ചിലായിരുന്നു പോലീസ് നടത്തിയിരുന്നത്. ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി 3 പ്രതികൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. കൊഴിഞ്ഞാമ്പാറ സ്വദേശികളായിട്ടുള്ള താജുദ്ദീൻ, മനോജ്, സബീർ എന്നിവരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ നൌഷാദ് ഇപ്പോഴും കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് നൌഷാദിനെ ഈ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത്. കോയമ്പത്തൂരിനടുത്ത് വെച്ച് ഈ പോലീസിന്റെ അന്വേഷണം ഭയന്ന് ഈ പ്രതികൾ നൌഷാദിനെ ഉപേക്ഷിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു. ഇരുമ്പുവടി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായ മർദ്ദനം നൌഷാദിനെ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഒരു സ്വത്ത് തർക്കമാണ്. അതായത് ഈ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിൽ ഉണ്ടായിരുന്നതും ഈ നൌഷാദിന്റെ ബന്ധുക്കളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇരുവർക്കുമിടയിൽ നിന്നിരുന്ന സ്വത്ത് സംബന്ധിച്ചുള്ള ഒരു തർക്കം, അതിലെ ഒരു നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും 3 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഉന്മേഷ്, സൂരജ് സജ്ജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.